എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ഈ പൂജയിൽ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകണം. ആദ്യമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ പരിഹാരങ്ങൾ അവസാനം പറയും. അതും പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. ആദ്യമായി വേണ്ടത് നിങ്ങളുടെ ചിന്തകളാണ്. ചിന്തകൾ മാറ്റുക. നല്ല ചിന്തകളുമായി ദിവസവും മുന്നോട്ട് പോവുക. പോസിറ്റീവ് ചിന്തിക്കുക. നല്ലത് സംഭവിക്കുമെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അത് എല്ലാ ദിവസവും സങ്കല്പിക്കുക. അത് നിങ്ങൾക്ക് വിജയത്തിന് കാരണമായി തരും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ മാറ്റിത്തരും. അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി കണ്ട് പരിഹാരങ്ങൾ ചെയ്തു കഴിയുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ചെയ്യും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം, ജൂലൈ 29 ഈ ദിവസം വെച്ചടി കയറ്റമുള്ള ഈ നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം ഉണ്ടാകും. ജൂലൈ 29 ഈ ദിവസം നിങ്ങളുടെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്കുണ്ടാകും. ആ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാളുകാരെ കുറിച്ച് പറയുകയാണ്. അശ്വതിയാണ്. ഈ ദിവസങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചൊവ്വയുടെ സഞ്ചാരം വളരെയധികം ഗുണം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ. ഈ നാളുകാർ എല്ലാവിധ മാറ്റങ്ങളും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടും. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറും. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അതിനുവേണ്ടിയുള്ള പരിഹാരം അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് പുണർദമാണ്. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം സാമ്പത്തികമായി പല സഹായങ്ങളും ഈ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറുന്നതിനുള്ള പരിഹാരം അവസാനം നമ്മൾ പറയുന്നതാണ്. അടുത്തത് ചിത്തിരയാണ്. ചിത്തിരയ്ക്കും പൂയത്തിനും വളരെയധികം സമ്പത്ത് വന്നു ചേരുന്ന ഈ ദിവസങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും പുതിയ ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ദിവസമാണ്. കല്യാണ തടസ്സമുള്ളവരുടെ തടസ്സങ്ങൾ പൂർണ്ണമായും ഈ ദിവസം നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് പരിഹാരങ്ങൾ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് അശ്വതിയാണ്. അശ്വതിക്കും ഭരണിക്കും എന്തുകൊണ്ടും വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ്. എല്ലാവിധ തടസ്സങ്ങളും മാറി സമ്പത്തിന് വളരെയധികം സാധ്യതയുണ്ട്. മഹാലക്ഷ്മിയുടെ കടാക്ഷം വളരെയധികം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ടും വളരെയധികം ഐശ്വര്യപൂർണ്ണമായി ഈ ദിവസം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറും. അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. എല്ലാവിധ പരിഹാരവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. അടുത്തത് രോഹിണിയാണ്. രോഹിണിക്കും വളരെയധികം നല്ലൊരു ദിവസമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസമുണ്ട്. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസം രോഹിണിക്ക് കാണുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഈ ദിവസമാണ്. അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. അടുത്തത് മൂലമാണ്. മൂലത്തിനും അവിട്ടത്തിനും വളരെയധികം സമ്പത്ത് വന്നു ചേരേണ്ട ദിവസമാണ്. എല്ലാവിധ പ്രയാസങ്ങളും ഈ ദിവസം നിങ്ങൾക്ക് മാറിക്കിട്ടും. അതിനുള്ള പരിഹാരം അവസാനം പറയുന്നതായിരിക്കും. പുതിയ വീട് മേടിക്കാനുള്ള എല്ലാ സാധ്യതയും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ആ തടസ്സം പൂർണ്ണമായും മാറിക്കിട്ടും. അതിനുള്ള പരിഹാരം നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറും. ഈ പറയുന്ന നാളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഓരോ കാര്യങ്ങളും. അടുത്തത് പൂരാടമാണ്. പൂരാടത്തിനും ഉത്രാടത്തിനും മകത്തിനും വളരെയധികം സമ്പത്ത് വന്നു ചേരുന്ന ഈ ദിവസം നിങ്ങളുടെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവിധ ഐശ്വര്യങ്ങളും വരും. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസം നിങ്ങൾക്ക് കാണും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കാരുണ്യ കടാക്ഷങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസം വന്നു ചേരും. എല്ലാവിധ തടസ്സങ്ങളും മാറാനുള്ള പരിഹാരം അവസാനം പറയുന്നതായിരിക്കും. നിങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും. സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനുള്ള പരിഹാരവും നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിത്തിരയ്ക്കും വളരെയധികം സമ്പത്ത് വന്നു ചേരുന്ന ഈ ദിവസം നിങ്ങളുടെ ദിവസമാണ്. സമ്പത്തിൻ്റെ എല്ലാവിധ സാധ്യതയും ഈ ദിവസം കാണും. നിങ്ങൾക്കുള്ള ഐശ്വര്യം വന്നു ചേരുകയും അതുപോലെ തന്നെ പരിഹാരങ്ങളും നമ്മൾ പറയുന്നതാണ്. ഈ പറയുന്ന നാളുകാരെല്ലാം ഈ ദിവസം നെയ്വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭവനങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ
ശിവക്ഷേത്രത്തിൽ പോവുകയും കൂവളത്തമാല കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിനായും നിങ്ങളുടെ സന്താനങ്ങളുടെ തടസ്സങ്ങൾ മാറാനും ഇന്ന് നല്ലതാണ്. ഈ ദിവസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ച വളരെയേറെ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ പെരുന്നാളുമിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടാൻ ഇന്ന് പറയുകയാണ്. അതുപോലെ തിരുമേനിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടാകും. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.